എല്ലാവർക്കും നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയുടെ വിശദ വിവരങ്ങൾ പരിശോധിക്കുന്ന വീഡിയോ സീരീസിലെ 7ാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഈ കഴിഞ്ഞ 8.5 വർഷം ദിലീപാണ് ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രോസിക്യൂഷൻ എല്ലാവിധ തെളിവുകളും കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മളോട് ഇതുവരെ പറഞ്ഞിരുന്നത്. ആ തെളിവുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് കോടതി പരിഗണിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഈ സമയത്ത് വിധി വന്നപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതല്ലാതെ ഏകപക്ഷീയമായിട്ട് ഒരു ഭാഗം പറയുന്നത് മാത്രം കേട്ട് എല്ലാവിധത്തിലുള്ള തെളിവുകളും ഉണ്ട് എന്ന് അസ്യൂം ചെയ്ത് ഒരാളിനെതിരെ മുൻവിധിയോട് കൂടിയിട്ട് വിധി വന്ന ശേഷവും നമ്മളൊരു സമീപനം എടുക്കാൻ പാടില്ല. അത് ശരിയല്ല, അത് നീതിയല്ല എന്നുള്ളതാണ് എൻ്റെ ഭാഗം. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യാൻ മടിക്കുന്ന പല ഫാക്റ്റുകളും ഈ വിധിയിൽ നിന്നെടുത്ത് അതിനെ വിശദമാക്കുന്നതിന് വേണ്ടി ഞാൻ തീരുമാനിക്കുന്നത്. ഞാനിതിൽ ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തികളുടെ മൊഴികളിലേക്കൊന്നും തന്നെ പോകുന്നില്ല. മറിച്ച് എങ്ങനെയാണ് ദിലീപിനെ ഈ കാര്യത്തിലേക്ക് മുഖ്യ ആസൂത്രകൻ എന്ന് പോലീസ് കൊണ്ടുവന്നത്, എന്തൊക്കെ തെളിവുകളാണ് ഉണ്ടായിരുന്നത്, ആ തെളിവുകൾ എങ്ങനെയാണ് കോടതി പരിഗണിച്ചത്, തെളിവ് മാത്രമല്ല വെളിവ് കൂടി ഈ വിഷയത്തിൽ വേണം എന്നുള്ള എൻ്റെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിധിയെ വിശകലനം ചെയ്യുന്നത്. എന്തായാലും ഈ വീഡിയോ സീരീസിൻ്റെ 7ാമത്തെ ഭാഗത്തിൽ വിശദമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നടൻ ദിലീപിൻ്റെ അടുത്ത സുഹൃത്തായ നാദിർ ഷാ ഈ കേസിലെ 1ാം പ്രതിയായ പൾസർ സുനിക്ക് ദിലീപിൻ്റെ നിർദ്ദേശപ്രകാരം 30,000 രൂപ തൊടുപുഴയിൽ വെച്ച് കൈമാറി എന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദമാണ്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ, എന്തൊക്കെ തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ കൊടുത്തത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. നമുക്കറിയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ്റെ സ്റ്റോറി ഇങ്ങനെയാണ്. 2016 അന്ന് സെപ്റ്റംബർ മാസം 21-ാം തീയതി ദിലീപിൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള നാദിർ ഷാ തൊടുപുഴയിൽ വെച്ച് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയുടെ ഷൂട്ട് സമയത്ത് പൾസർ സുനിക്ക് 30,000 രൂപ കൈമാറി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വാദം. പ്രത്യേകം ശ്രദ്ധിക്കുക, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയുടെ സംവിധായകനാണ് നാദിർ ഷാ. ആ സിനിമയുടെ പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ് ദിലീപ്. തൊടുപുഴയിലെ ഈ ലൊക്കേഷനിൽ വെച്ച് ദിലീപിൻ്റെ നിർദ്ദേശപ്രകാരം ദിലീപിൻ്റെ അസാന്നിധ്യത്തിൽ ഈ നാദിർ ഷയാണ് ഈ 30,000 രൂപ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കൈമാറുന്നത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ഭാഷ്യം. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കുറേയധികം തെളിവുകളും കൊടുത്തു. ഇതിലേറ്റവും പ്രധാനം അവിടെ തന്നെയുള്ള ഒരു ഡ്രൈവറായിട്ടുള്ള ജംസിത്ത് എന്നുള്ള ഒരാൾ, അദ്ദേഹമാണ് പ്രോസിക്യൂഷൻ്റെ 130-ാം നമ്പർ വിറ്റ്നസ്. അദ്ദേഹമാണ് പ്രോസിക്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി. ഇതിൽ പോലീസ് പറയുന്നത്, പൾസർ സുനിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പൾസർ സുനിയാണ് വ്യക്തമാക്കുന്നത് നാദിർ ഷാ തനിക്ക് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് 30,000 രൂപ കൈമാറി എന്ന്. അത് ദിലീപിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. സീമാസ് ടെക്സ്റ്റൈൽസ് തൊടുപുഴ, അവിടെ ഷൂട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് വെച്ചാണ് ഈ പണം കൈമാറിയത് എന്നുള്ളതാണ് പൾസർ സുനി അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞതായിട്ട് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. ഇതിനെ തെളിയിക്കുന്നതിന് വേണ്ടി ഈ 21-ാം തീയതി സെപ്റ്റംബർ 2016 രാവിലെ ദിലീപ് നാദിർ ഷായെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോൺ റെക്കോർഡുകളും ഇവർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ വാദത്തിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പോലീസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫൈനൽ റിപ്പോർട്ടിൽ പൾസർ സുനിയുടെ ഈ ഒരു ഡിസ്ക്ലോഷർ ഇല്ല. അതായത് നാദിർ ഷാ തനിക്ക് 30,000 രൂപ കൈമാറ്റം ചെയ്തു എന്ന് പൾസർ സുനി പറഞ്ഞതായിട്ട് പോലീസിൻ്റെ അന്തിമ റിപ്പോർട്ടിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പരാമർശിച്ചിട്ടില്ലാത്ത ഒരു കാര്യം എങ്ങനെയാണ് വാദമായിട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്മിഷനാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്ക്ലോഷറാണ്. അങ്ങനെയെങ്കിൽ വളരെ കൃത്യമായിട്ട് പോലീസ് ഇതിനെക്കുറിച്ച് അന്ന് തന്നെ അന്വേഷിക്കണമായിരുന്നു. അങ്ങനെ പൾസർ സുനി വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പോലീസിൻ്റെ അന്തിമ റിപ്പോർട്ടിൽ ഉണ്ടാകേണ്ടതുമാണ്. പക്ഷേ എന്തോ വിചിത്രമായ കാരണത്താൽ പൾസർ സുനി ഇങ്ങനെ പറഞ്ഞതായിട്ട് പോലീസിൻ്റെ അന്തിമ റിപ്പോർട്ടിൽ ഒരു പരാമർശവുമില്ല. ഇത് കോടതി വ്യക്തമാക്കുന്നുണ്ട് ഈ വിധിയിൽ. ആ ഭാഗം ഇങ്ങനെയാണ്: എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് PW 261 ബൈജു പൗലോസ് interrogated accused number 1 Pulsar Suni with the permission of the court on 23 May 2017 and 5 August 2017, no confession of accused number 1 Pulsar Suni is produced before the court. അതായത് കോടതിയുടെ ഉത്തരവോടുകൂടി മെയ് മാസം 2017 23-ാം തീയതിയും ഓഗസ്റ്റ് 5-ാം തീയതിയും പൾസർ സുനിയെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ പൾസർ സുനി ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ, അതായത് നാദിർ ഷായിൽ നിന്ന് 30,000 രൂപ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയതായിട്ട് ഒരു രേഖയും കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. ഇനി ഇത്രയും കൂടി പറയുന്നുണ്ട്: നോ ഡിസ്ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് അഡ്മിസിബിൾ അണ്ടർ സെക്ഷൻ 27 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഈസ് ഓൾസോ നോട്ട് പ്രൊഡ്യൂസ്ഡ് ഓർ മെയ്ഡ് അവൈലബിൾ ബിഫോർ ദ കോർട്ട്. അതായത് നമ്മുടെ തെളിവ് നിയമത്തിൻ്റെ 27-ാം സെക്ഷനിൽ പറയുന്നതനുസരിച്ച് പൾസർ സുനിയുടെ ഒരു ഡിസ്ക്ലോഷർ സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ കൺഫെഷൻ ഇല്ല, ഡിസ്ക്ലോഷർ ഇല്ല, ഇങ്ങനെ പോലീസ് ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യവും
പൾസർ സുനി പോലീസിനോട് അഡ്മിറ്റ് ചെയ്തതായിട്ട് പോലീസ് കോടതിയിൽ എത്തിച്ചിട്ടില്ല. ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ദ പ്രോസിക്യൂഷൻ ത്രൂ ഔട്ട് ദ ഹിയറിംഗ്, forgetting the basic principle of law enunciated under Section 25 of the Indian Evidence Act, advanced argument based on the fact claimed to be disclosed by accused number 1 when he was interrogated by PW 261. അതായത് നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ തന്നെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുണ്ട്. പക്ഷേ ആ കാര്യങ്ങളിലുള്ള വ്യവസ്ഥകളൊന്നും തന്നെ പാലിക്കാതെ ഈ ഹിയറിംഗിൻ്റെ സമയത്ത് ഉടനീളം അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് കോടതി കണ്ടെത്തുന്നത്. ഇനി പൾസർ സുനി തൊടുപുഴയിൽ വെച്ച് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയതായി ബന്ധപ്പെട്ട് പോലീസ് കുറച്ച് CDR മറ്റും കൊടുക്കുന്നുണ്ട്. അതായത് തൊടുപുഴയിൽ പൾസർ സുനിയുടെ സാന്നിധ്യമുണ്ട് എന്ന് ഈ CDR വഴി വ്യക്തമാണ്. പക്ഷേ അതിനർത്ഥം പൾസർ സുനി ദിലീപിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ എത്തിയെന്നല്ല, ആ സിനിമയുടെ സംവിധായകനായിട്ടുള്ള നാദിർ ഷായെ കണ്ടു എന്നല്ല, അതിന് മറ്റ് തെളിവുകൾ ആവശ്യമാണ്. അപ്പോൾ അറ്റ് ബെസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊടുപുഴയിൽ 1-2 ദിവസം പൾസർ സുനിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഈ പറയുന്ന ദിവസവും അതിൻ്റെ തലേ ദിവസവും അദ്ദേഹത്തിൻ്റെ CDR അവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയാണ് PW 130 ആയിട്ടുള്ള ജംസിത്ത് എന്നുള്ള ഡ്രൈവർ. എന്നാൽ ഈ സാക്ഷിയായിട്ടുള്ള ജംസിത്ത് പ്രോസിക്യൂഷൻ്റെ സാക്ഷിയാണെങ്കിലും അദ്ദേഹം പറയുന്നത് താൻ വിളിച്ചിട്ടാണ് പൾസർ സുനി തൊടുപുഴയിൽ എത്തിയത് എന്നാണ്. ഒന്നാലോചിച്ച് നോക്കുക, പ്രോസിക്യൂഷൻ്റെ കേസ് ദിലീപിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പൾസർ സുനി തൊടുപുഴയിൽ എത്തിയത്, അത് വന്നിരിക്കുന്നത് നാദിർ ഷായിൽ നിന്ന് 30,000 രൂപ വാങ്ങാനാണ് എന്നാണ്. അപ്പോൾ അവിടേക്ക് ചെല്ലുന്നത് ദിലീപിൻ്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം. പക്ഷേ ഇവിടെ ഈ ഡ്രൈവറായിട്ടുള്ള ജംസിത്ത് 130 സാക്ഷി പറയുന്നത് താൻ വിളിച്ചതിന് ശേഷമാണ്, തൻ്റെ നിർദ്ദേശപ്രകാരമാണ് പൾസർ സുനി തൊടുപുഴയിൽ എത്തിയത് എന്നാണ്. അവിടെ വെച്ച് തന്നെ പോലീസ് പറയുന്ന പൾസർ സുനിക്ക് തൊടുപുഴയിൽ എത്താനുള്ള മോട്ടീവ് പരാജയപ്പെടുകയാണ്. കാരണം പ്രോസിക്യൂഷൻ ഏറ്റവും വിശ്വാസത്തോടു കൂടി കൊണ്ടുവന്നിരിക്കുന്ന സാക്ഷിയാണ് PW 130 ജംസിത്ത്. അതിനുശേഷം ഈ ജംസിത്ത് പറയുന്നത് തന്നോടൊപ്പം പൾസർ സുനി ഈ തലേ ദിവസം വന്ന് അവിടെ താമസിക്കുന്നു, എന്നിട്ട് അടുത്ത ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരാൻ പറയുന്നു, അവിടെ ചെല്ലുന്നു, അവിടുത്തെ പാർക്കിംഗ് ലോട്ടിൽ വെച്ച് ഇവരൊന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, എന്നിട്ട് പൾസർ സുനി വന്ന് അല്പസമയം ഷൂട്ടിംഗ് കാണുന്നു, അതിനുശേഷം അയാൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇയാൾ ഇവിടെ ഒരാളോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, അത് അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള മനു എന്ന വ്യക്തിയോടാണ്. ഇതല്ലാതെ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്ന സാക്ഷി ഏതെങ്കിലും ഘട്ടത്തിൽ നാദിർ ഷായോടൊപ്പം പൾസർ സുനി സമയം സ്പെൻഡ് ചെയ്തതായിട്ടോ, അവർ സംസാരിച്ചതായിട്ടോ, അവരൊന്നിച്ച് എങ്ങോട്ടെങ്കിലും മാറിയതായിട്ടോ, പണം കൊടുത്തതായിട്ടോ പറയുന്നില്ല. ആ ലൊക്കേഷനിൽ പൾസർ സുനി ഒരേ ഒരാളോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എന്നാണ് ഈ ജംസിത്ത് പറയുന്നത്. അത് പ്രൊഡക്ഷൻ കൺട്രോളറാണ്. പ്രൊഡക്ഷൻ കൺട്രോളർക്ക് അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ എന്തിനു വന്നു, അങ്ങനെ ഒരു കോൺവെർസേഷൻ പൾസർ സുനിയുമായിട്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വിശദവിവരങ്ങൾ, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ പ്രോസിക്യൂഷന് മുന്നിൽ പറയാൻ കഴിയുന്ന ആളാണ്, കോടതിയിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന ആളാണ്. പക്ഷേ എന്തോ വിചിത്രമായ കാരണത്താൽ ഈ പ്രൊഡക്ഷൻ കൺട്രോളറെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് പ്രോസിക്യൂഷന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയുമല്ല, സൗണ്ട് തോമ എന്ന സെറ്റിലും ഇദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയും പൾസർ സുനിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ കേസ് കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് വളരെ സുപ്രധാന ഒരു സാക്ഷിയാകാമായിരുന്ന പ്രൊഡക്ഷൻ കൺട്രോളറെ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അവിടെ ഒഴിവാക്കിയത് എന്നതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള വിശദീകരണവുമില്ല. പ്രോസിക്യൂഷന് ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ടുവരാം, പക്ഷേ അവിടെ ഈ പൾസർ സുനി സംസാരിച്ച ഒരേ ഒരു വ്യക്തി ഈ മനു എന്ന പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് എന്ന് പ്രോസിക്യൂഷൻ്റെ മുഖ്യ സാക്ഷിയായിട്ടുള്ള ജംസിത്ത് പറയുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിനെ ഒഴിവാക്കി എന്നുള്ളതിനെപ്പറ്റി ഈ പോലീസ് പ്രോസിക്യൂഷനൊക്കെ തന്നെ വിശദീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു വിശദീകരണവും നമ്മളിവിടെ എങ്ങും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. ഇനി പോലീസ് പറയുന്ന മറ്റ് രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ സീമാസ് ടെക്സ്റ്റൈൽസിലാണ് ഈ ഷൂട്ട് നടക്കുന്നത് തൊടുപുഴയിൽ. അവിടെ വെച്ച് പൾസർ സുനി 2 ടവലുകൾ വാങ്ങി എന്നാണ്. അതിൽ ഒരു ടവൽ വെച്ച് പൾസർ സുനി മുഖം മറച്ചിരിക്കുകയായിരുന്നു, രണ്ടാമത്തെ ടവൽ ഈ ജംസിത്തിന് കൊടുത്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വാദം. ഇത് അന്വേഷണ ഘട്ടത്തിൽ പോലീസിനോട് ജംസിത്ത് പറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. എന്നാൽ പ്രോസിക്യൂഷൻ്റെ ലോയൽ വിറ്റ്നസ് ആയിട്ടുള്ള, പ്രോസിക്യൂഷൻ ഏറ്റവും വിശ്വാസമുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായിട്ടുള്ള ജംസിത്ത് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് he categorically stated that he did not give any statement to the police that accused number 1 covered his face when he was in the shooting location. പൾസർ സുനി ഇങ്ങനെ ഒരു ടവൽ മേടിച്ച് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തൻ്റെ മുഖം മറച്ചിരിക്കുകയായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും തന്നെ താൻ പോലീസിന് മുന്നിൽ കൊടുത്തിട്ടില്ല എന്ന് ജംസിത്ത് പറയുന്നുണ്ട്. പക്ഷേ പൾസർ സുനി അവിടെ വന്നിരുന്നുവെന്നും അത് താൻ വിളിച്ചിട്ടാണ് എന്നും അല്പസമയം ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അതിനു മുമ്പ് ഭക്ഷണവും കഴിച്ച് അവിടെ നിന്ന് പോയി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ പൾസർ സുനി ആ സെറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പ്രോസിക്യൂഷൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച്
നാദിർ ഷായും പൾസർ സുനിയും തമ്മിൽ കണ്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിന് ഒരു തരത്തിലുള്ള തെളിവുമില്ല. തന്നെയുമല്ല, അവൈലബിൾ ആയിട്ടുള്ള സാക്ഷി മൊഴികൾ അനുസരിച്ച് ഇവർ രണ്ടും തമ്മിൽ അന്ന് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പിന്നെ പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് രാവിലെ ഈ ഷൂട്ടിംഗ് സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ദിലീപ് നാദിർ ഷായെ വിളിച്ചിട്ടുണ്ട് എന്നാണ്. പോലീസ് ഈ കാര്യത്തിനെ ഫ്രെയിം ചെയ്യുന്നത് തന്നെ അതേ ഓർഡറിലാണ്. അതായത് ദിലീപിന്റെ നിർദ്ദേശപ്രകാരം പൾസർ സുനി ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തുന്നു. എന്നിട്ട് അന്ന് രാവിലെ ദിലീപ് നാദിർ ഷായെ വിളിച്ച് സംസാരിക്കുന്നു. അങ്ങനെ നാദിർ ഷാ 30,000 രൂപ പൾസർ സുനിക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ നാദിർ ഷാ തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി അത് നാദിർ ഷാ പറയാതെ തന്നെ മലയാളികൾക്കെല്ലാം അറിയാം, 34 വർഷത്തിന് മുകളിലായിട്ട് ദിലീപും നാദിർ ഷായും അടുത്ത സുഹൃത്തുക്കളാണ്. ഇവരൊന്നിച്ച് നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട്, വിദേശത്ത് പരിപാടികൾ ചെയ്തിട്ടുണ്ട്, സിനിമകളിൽ സഹകരിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഇവർ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഇവർ ബിസിനസ് പാർട്ട്നേഴ്സുമാണ്. 1990-കൾ മുതൽ ഇവർ ബിസിനസ്സിലെ പങ്കാളികളാണ്. അങ്ങനെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന, നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലും നേരിട്ടും ഒക്കെ ബന്ധപ്പെടുന്ന രണ്ടാൾക്കാരാണിവർ. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം രാവിലെ ഉണ്ടായിരിക്കുന്ന ഒരു ഫോൺ കോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു പോയിന്റ് പ്രൂവ് ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. തന്നെയുമല്ല, അതേ ദിവസം തന്നെ ദിലീപ് വീണ്ടും നാദിർ ഷായെ വിളിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഈ സിനിമയുടെ സംവിധായകനാണ് നാദിർ ഷാ, അതിൻ്റെ ഒരു കോ പ്രൊഡ്യൂസറാണ് ദിലീപ്. അതുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ മതിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെ ഒന്നും പരിഗണിക്കാതെ ഇതിൽ പൂർണ്ണമായിട്ടും ഒരു കോൺസ്പിറസി തിയറി കൊണ്ടുവരിക എന്നുള്ളതാണ് പോലീസ് ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. അത് കോടതിയിൽ പൊട്ടിപ്പാളീസാവുകയാണ്. ഇവിടെ കോടതി ഈ പ്രൊഡക്ഷൻ കൺട്രോളറെ കൊണ്ടുവരാതിരുന്നതിനെക്കുറിച്ച് സുവ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൺസിഡറിംഗ് ദ നേച്ചർ ഓഫ് ദി അലഗേഷൻസ് റിഗാർഡിംഗ് ദ മീറ്റിംഗ് ഓഫ് അക്യൂസ് നമ്പർ 1 പൾസർ സുനി ആൻഡ് PW 181 നാദിർ ഷാ ഇൻ ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആൻഡ് ഓൾസോ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദി അവൈലബിൾ എവിഡൻസ്, ഹിസ് എക്സാമിനേഷൻ, അതായത് ഈ പ്രൊഡക്ഷൻ കൺട്രോളറുടെ എക്സാമിനേഷൻ വുഡ് ഹാവ് ബീൻ മെറ്റീരിയൽ. അത് അത്യാവശ്യമായിരുന്നു ഈ പ്രൊഡക്ഷൻ കൺട്രോളറുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത്. ഇവിടെ ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് ഡിഫൻസ് അഡ്വക്കേറ്റ് പറയുന്നത് തന്നെ, ഈ പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഭാഷ്യമെടുത്താൽ അത് പ്രോസിക്യൂഷൻ്റെ നറേറ്റീവിന് ചേരുന്നതാവില്ല എന്നതുകൊണ്ട് അവർ ആ സ്റ്റേറ്റ്മെൻറ്റിനെ സപ്രസ് ചെയ്തതാണ്, അങ്ങനെ ഒരു സാക്ഷിയെ ഇവിടെ കൊണ്ടുവരാതിരുന്നതാണ് എന്നാണ് പറയുന്നത്. കോടതി വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ദ ഫൈനൽ റിപ്പോർട്ട് ഈസ് സൈലന്റ് ആസ് ടു ദ റിസീറ്റ് ഓഫ് മണി ഫ്രം PW 181. പോലീസിൻ്റെ അന്തിമ റിപ്പോർട്ടിൽ പൾസർ സുനിക്ക് ഈ PW 181 ആയിട്ടുള്ള നാദിർ ഷാ 30,000 രൂപ കൊടുത്തു എന്നുള്ള ഒരു പരാമർശമേ ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് കോടതി കണ്ടെത്തുന്നുണ്ട്. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് ഇതിൽ അന്വേഷണം നടത്തിയിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശം കൂടിയുണ്ട്. ഇറ്റ് ഈസ് ടു ബി നോട്ടഡ്, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്, ദാറ്റ് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ബൈജു പൗലോസ് ഡിഡ് നോട്ട് ഇൻറ്ററോഗേറ്റ് PW 181 നാദിർ ഷാ about the meeting with accused number 1 പൾസർ സുനി on 21 September 2016 at the shooting location in തൊടുപുഴ. അതായത് തൊടുപുഴയിലെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പൾസർ സുനിയും നാദിർ ഷായും തമ്മിൽ കണ്ടു എന്നുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള ബൈജു പൗലോസ് നാദിർ ഷായോട് ഒരു ചോദ്യം ചെയ്യലും നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട റെവലേഷൻ, ഇങ്ങനെ പണം കിട്ടിയിട്ടുണ്ട് എന്ന് പൾസർ സുനി സത്യത്തിൽ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലീസിൻ്റെ അന്തിമ റിപ്പോർട്ടിൽ അത് ഉണ്ടാകുമായിരുന്നു. നാദിർ ഷായെ ചോദ്യം ചെയ്ത് ഈ കാര്യം ചോദിക്കുകയും ചെയ്യുമായിരുന്നു. അത് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് വേണം കരുതാനായി. ഇതിൽ ഇനി കോടതി ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദ കേസ് ഓഫ് ദ പ്രോസിക്യൂഷൻ ഈസ് ദാറ്റ് ദ റെസീറ്റ് ഓഫ് 30,000 rupees വാസ് റിവീൽഡ് ബൈ ദി അക്യൂസ്ഡ് നമ്പർ 1 പൾസർ സുനി ഓൺ 5 August 2017. അതായത് 2017 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് പൾസർ സുനി പോലീസിനോട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ 30,000 രൂപ വാങ്ങിയത് എന്ന് സമ്മതിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ കേസ്. ഒന്നാലോചിച്ച് നോക്കുക, ഓഗസ്റ്റ് മാസം 5-ാം തീയതി. പക്ഷേ ആ സമയത്തൊന്നും തന്നെ ഈ ആൾക്കാരുടെ, ദിലീപിൻ്റെ, നാദിർ ഷായുടെ, പൾസർ സുനിയുടെ ഒന്നും തന്നെ CDR ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുന്നതിനോ പരിശോധിക്കുന്നതിനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ്. എന്നുവെച്ചാൽ അങ്ങനെ പൾസർ സുനി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള തെളിവുകളുമില്ല, മെറ്റീരിയൽ എവിഡൻസ് ഇല്ല, ലോജിക്കലായിട്ടും അത് ചേരുന്നില്ല. അതുണ്ടായിരുന്നുവെങ്കിൽ പോലീസിൻ്റെ റിപ്പോർട്ടിൽ അതുണ്ടാകുമായിരുന്നു. നാദിർ ഷായെ അതിൻ്റെ പേരിൽ ഇൻറ്ററോഗേറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പൾസർ സുനി കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ ചെന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ അത് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രോസിക്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റ്നസ് ആയിട്ടുള്ള ജംസിത്താണ്. തലേ ദിവസം തൻ്റെ കൂടെ വരുന്നു, പിറ്റേ ദിവസം അവിടെ വന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഭക്ഷണം കഴിക്കുന്നു, അല്പനേരം ഷൂട്ടിംഗ് കാണുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. ദിലീപിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വന്നിരിക്കുന്നത് എന്നതിനെ പ്രോസിക്യൂഷൻ്റെ വിറ്റ്നസ് തന്നെ ഖണ്ഡിക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം അവിടെ സംസാരിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി പ്രൊഡക്ഷൻ കൺട്രോളറാണ് എന്ന് പറയുന്നു. പക്ഷേ എന്തോ വിചിത്രമായ കാരണത്താൽ പ്രൊഡക്ഷൻ കൺട്രോളറെ ഒരു വിറ്റ്നസ് ആക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന്
വിസ്തരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ പോലീസ് ഒന്നും തയ്യാറാകുന്നില്ല. നാദിർ ഷാ പൾസർ സുനിയെ കണ്ടതുമായി ബന്ധപ്പെട്ടോ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടോ ഒരു തെളിവുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിരവധി ആൾക്കാരുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ദിലീപിൻ്റെ ഫോൺ കോൾ എന്ന് പറയുന്നത് നാദിർ ഷായ്ക്കാണ്. അവർ സുഹൃത്തുക്കളാണ്, ആ സിനിമയിൽ അവർ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഈ പൾസർ സുനി ടവല് വാങ്ങി മുഖം മറച്ചു എന്നുള്ള പ്രോസിക്യൂഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ഒരു സംഭവം താൻ പറഞ്ഞിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റ്നസ് ആയിട്ടുള്ള ജംസിത്ത് തന്നെ പറയുന്നു. തന്നെയുമല്ല, ഇനി പൾസർ സുനി ഇങ്ങനെ ഒരു 30,000 രൂപ നാദിർ ഷായിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലീസിൻ്റെ അന്തിമ റിപ്പോർട്ടിൽ ഇന്നും തന്നെ കാണാനുമില്ല. അപ്പോൾ ഇങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഒരാളിനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ അന്വേഷണമൊക്കെ നടക്കുന്നത് എന്നാണ് ഈ ഒരു വിധി നോക്കിയാൽ, അവിടെ സമർപ്പിച്ചിരിക്കുന്ന തെളിവൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റുള്ള എല്ലാ ഘട്ടങ്ങളിലും നടന്നിരിക്കുന്നതെന്ന് പറയപ്പെടുന്ന ഈ ഗൂഢാലോചന പോലെ തന്നെയുള്ള ഒരു തിയറിയാണ്, ഒരു കോൺസ്പിറസി തിയറി മാത്രമാണ് ഇത് എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാകുന്നത്. എന്തായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 8.5 വർഷം നമ്മളൊരു വ്യക്തിയെ കുറ്റം പറഞ്ഞു. പക്ഷേ വിധി വരുന്ന സമയത്ത് എല്ലാ തെളിവുകളും സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ തെളിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ച് നമ്മൾ ആലോചിച്ച് ഇത് വായിച്ച് ചെല്ലുന്തോറും എത്ര മോശമായിട്ടുള്ള അന്വേഷണമാണ് ഈ വിഷയത്തിൽ നടന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമാകും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഗൂഢാലോചനാ തിയറികളുണ്ട്. അതിൻ്റെ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.